ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാക്സ്ബി എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഇപ്പോൾ മാക്സ്ബി എന്ന് പറയുന്ന സൈറ്റ് എല്ലാവർക്കും ഇലക്ട്രോണിക്സ് മേഖലയിലും ഈ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നവർക്കൊക്കെ ഏകദേശം അറിയാവുന്ന ഒരു സൈറ്റാണ്. പക്ഷേ എന്നാലും അതിൽ നിന്ന് എല്ലാവരും വാങ്ങിക്കാറില്ല. കാര്യം അതൊരു ലെജിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജെനുവിനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മാക്സ്ബി എന്നൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് മാക്സ്ബി എന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചതായിട്ട് അറിവുണ്ട്. പക്ഷേ അന്ന് ഡാമേജസ് ഒന്നും കണ്ടില്ല. അവൻ പറഞ്ഞത് അത് ജെനുവിനായിട്ടുള്ളൊരു സാധനമാണ്, കുഴപ്പമില്ല, കൊള്ളാവുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിലും കൂടിയാണ് ഞാൻ ഈ മാക്സ്ബി എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന മോട്ടോറോള എഡ്ജ് 20 ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോണിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു LCD ഓർഡർ ചെയ്തത്. അപ്പോൾ പാക്കേജിംഗ് ഒക്കെ നല്ല നൈസ് പാക്കേജിംഗ് ആയിരുന്നു. ഡാമേജ് ആവാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും അവർ എടുത്തിട്ടുണ്ട്. പാക്കേജിങ് പുറമേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ക്വാളിറ്റി പാക്കേജിങ് കാര്യങ്ങളുമായിട്ടാണ് അവരെനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്. LCD ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ ഫ്രജൈലാണ്. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നല്ലൊരു തെർമോക്കോളൊക്കെ വെച്ച് ഡാമേജ് ആവാതെ, മാക്സിമം ഡാമേജ് ആവാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും അവരെടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് സൈഡിലായിട്ട് ഇത് കാണാവുന്ന പോലെ തന്നെ രണ്ട് തെർമോകോളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ അകത്തുണ്ട്. ഡിസ്പ്ലേ ഇങ്ങനെ ഒരു ബബിൾ കവറിൽ റാപ്പ് ചെയ്താണ് വീണ്ടും വന്നിരിക്കുന്നത്. നല്ലൊരു ഷിപ്പിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ആമസോണിലൊന്നും ഇതുപോലെ ഇത്രയും കെയർ ആയിട്ടൊന്നും ഒരു സാധനവും ഷിപ്പ് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ അല്ല ഞാൻ ഓർഡർ ചെയ്തത്. ഇതിൽ രണ്ട് ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ട്, ആമോലെഡും ഉണ്ട്, LCD ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പ്രൈസ് ഡ്രോപ്പ് കാരണം ഞാനതിൻ്റെ LCD ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്കൊരു സംശയവും കൂടിയാണത്, ഈ ആമോലെഡ് ഫോൺസിൽ LCD യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു ഡൗട്ടും കൂടി ഇന്ന് തീർക്കാൻ പറ്റും. അപ്പം പിന്നെ അതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങൾ, അവർക്ക് തരാൻ പറ്റുന്ന വാറൻറ്റി കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം ഒരു QR കോഡ് അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിനിഷാണ്, പുറമേ കാണാനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഒറിജിനലാണോ ജെനുവിനാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് തന്നെ വെരിഫൈ ചെയ്തതിലേ മതിയാവും. പക്ഷേ എന്തായാലും ഇത് ഒറിജിനലല്ല, ഇത് ഒരു ഹൈ ക്വാളിറ്റി, കൊള്ളാവുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് അവർ നമുക്ക് അയച്ചു തരുന്നത്. ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ എനിക്ക് ഈ ഒരു ഡിസ്പ്ലേ, സെയിം ഡിസ്പ്ലേക്ക് 5000 രൂപ എടുത്തിട്ടാണ് അവർ പറഞ്ഞത്. അതായത് LCD ഡിസ്പ്ലേക്ക്, TFT LCD ഡിസ്പ്ലേക്ക് ഏകദേശം ഒരു 5000 രൂപ അടുപ്പിച്ചാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാക്സ്ബി എന്നത് ഏകദേശം 2300 രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സാധനം കിട്ടിയിട്ടുണ്ട്. പാക്കേജിങ് എല്ലാം നേരത്തെ കണ്ട പോലെ നൈസ് പാക്കേജിങ് ആണ്. ഇനി അടുത്ത ഇതിൻ്റെ ഒരു വർക്കിംഗ് ആണ്. അതെങ്ങനെയാണത് ജെനുവിനാണോ അല്ലെങ്കിൽ വർക്കാവോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലോക്കൽ മാർക്കറ്റ്, ഇപ്പം ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് തകരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ ഈ ഒരു മൊബൈലിൻ്റെ സ്പെയർ പാർട്സിൻ്റെയൊക്കെ ഒരു വേൾഡാണ്. അവിടെയാണ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അവൈലബിൾ. അപ്പോൾ അവിടെ മാക്സിമം ലാഭത്തിന് കിട്ടും എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിചാരം. അല്ലെങ്കിൽ അവിടെ നിന്നാണ് പല ആളുകളും വന്ന് സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ വളരെയധികം ലാഭത്തിനാണ് സാധനം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 പ്രൈസ് മാത്രമാണ് മാക്സ്ബിയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു ജെനുവിനായിട്ടുള്ളൊരു സാധനമായിരിക്കുമോ ഈ വരുന്നത്, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത സാധനം കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിറ്റിംഗ് ഫിനിഷും ഒക്കെ ഏകദേശം എനിക്ക് വെച്ച് നോക്കിയപ്പോൾ തന്നെ ഒരു പെർഫെക്റ്റ്, കുഴപ്പമില്ല. കാര്യം ഈ ഫോണിൽ വരുന്നത് AMOLED ആണ്, അത് വളരെ തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് LCD ആണ്, കുറച്ചുകൂടി കട്ടിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. സംഭവം വർക്കിംഗ് ആണ്, സമാധാനമായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു AMOLED ഫോണായിരുന്നു, അതിൽ LCD വർക്ക് ആകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. പിന്നെ പ്രോഡക്റ്റ് കിട്ടുമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഡൗട്ട്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത്, കിട്ടുന്ന സാധനങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുമോ, ക്വാളിറ്റി ഉള്ളതായിരിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, വർക്കിംഗ് ആണ്. ഇതിന് പുറമേ ഉള്ളൊരു ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബി എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ റിട്ടേൺ പ്രോസസ്സുമാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഇത് എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് നാൾക്ക് ശേഷമാണ്. കാര്യം യൂസ് ചെയ്ത് ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടല്ലേ യൂട്യൂബ് വഴി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നല്ല, കുറച്ച് പേരാണെങ്കിൽ പോലും നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ഒരാൾ കണ്ടിട്ട് അത് പിന്നെ വിശ്വസിച്ച് വാങ്ങിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു മാസം 1-2 മാസം എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതല്ല, ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പം
ഈ LCD കിട്ടിയതിന് ശേഷം ഞാനിത് LCDക്ക് പകരം AMOLED വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാക്സ്ബിക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചയക്കാം എന്നാണ് അവർ, എന്നുവെച്ചാൽ ഇത് സെയിം റീപ്ലേസ് ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമുള്ള ഒരു കേസാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ അത് ഡാമേജ് ആയാൽ അതവർ തിരിച്ചെടുക്കും. പക്ഷേ അതും എനിക്ക് 100% ഉറപ്പില്ല. കാര്യം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാണ് ബാക്കിയുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് പേ ചെയ്യാം. പക്ഷേ അവരത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു അങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റ് നമുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 3 സ്റ്റെപ്പ് പ്രോസസ്സ് വഴിയാണ് തിരിച്ചയക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മെയിൽ അയച്ചാലും ഒരേ മെസ്സേജാണ് തിരിച്ച് റിപ്ലൈ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റിയാണ്, നമ്മൾ 3 സ്റ്റെപ്പ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്, അതുകൊണ്ട് അത് ഡാമേജ് ആവാൻ സാധ്യതയില്ല എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ്. ഈ എന്ത് മെസ്സേജ് അയച്ചാലും അവരുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് അയക്കും. അതിൽ എനിക്കൊരു ലെജിറ്റ് അല്ല എന്ന് തോന്നുന്നുണ്ട്. കാര്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചതാണ്, പിന്നെ അതിന് ഡാമേജ് ആയിട്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവർ റീപ്ലേസ് ചെയ്ത് തരുമോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൽ റിട്ടേൺ പ്രോസസ്സ് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. അതിൽ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ ചിലവാക്കി തന്നെ തിരിച്ചയക്കണം. അതിപ്പോൾ ഒരു വിഷയമുള്ള കേസല്ല. ഇന്ത്യൻ പോസ്റ്റ് വഴിയൊക്കെ ഇന്ത്യയിൽ എവിടെ അയക്കുന്നതിനും 50 രൂപ താഴെയുള്ളൂ ഒരു 100 ഗ്രാം പ്രോഡക്റ്റ് അയക്കുന്നത്. അപ്പോൾ അതും ഒരു കുഴപ്പമുള്ള കേസല്ല. പിന്നെ ഇത് റിട്ടേണും റീപ്ലേസ്മെൻറ്റും നല്ല ഡൗട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് മനസ്സിൽ കണ്ടിട്ട് ആരും പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത്. 100% വേണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാവൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവരുടെ കസ്റ്റമർ കെയർ വിളിച്ചെന്നും പറഞ്ഞൊന്നും ഫോൺ കിട്ടാൻ പോകുന്നില്ല. ഇവർ തന്നിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഞാനൊരു 100 വട്ടം വിളിച്ചു നോക്കി, അതിലൊന്നും ഒരു കാര്യമില്ല, അതൊന്നും കിട്ടാനും പോകുന്നില്ല. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. റീപ്ലേസ് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ ഉള്ള ഒരു മുൻവിധിയോടുകൂടി ഓർഡർ ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള. സാധനം വർക്കിംഗ് ആണ്. അപ്പോൾ മാക്സ്ബിക്ക് നമുക്ക് കുഴപ്പമില്ലാതെ സാധനം ഓർഡർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഓർഡർ ചെയ്യാനും കാത്തിരിക്കുന്ന സ്പെയർ പാർട്സ് ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ഇനി ഇത് എങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.